ഈ വർഷത്തെ വിഷു വരുന്നത് മേടമാസം 15-ാം തീയതി ബുധനാഴ്ച. അപ്പോൾ ഗുരുവായൂരൊക്കെ കണി കാണുന്ന നേരത്തെ തന്നെ നമ്മളും കണി കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ വീട്ടിൽ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു വെക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് എന്താ ആദ്യം വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലുപ്പ്. നമ്മൾ ഉപയോഗിച്ച് പഴയ കല്ലുപ്പ് എടുക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കല്ലുപ്പിൻ്റെ ഒരു പാക്കറ്റ് വേണം ആദ്യം നമുക്ക്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? പച്ചരി. പിന്നെ നമുക്ക് വേണ്ടത് പച്ചരി. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് സിന്ദൂരം, ചുവന്ന സിന്ദൂരം. പിന്നെ നമുക്ക് വേണ്ടത് 3 ഏലക്ക, 3 ഗ്രാമ്പു. പിന്നെ അതിനൊക്കെ പുറമെ നമുക്ക് ആദ്യം വേണ്ട ഒരു സംഭവമുണ്ട്, റോസ് വാട്ടർ. കണ്ടല്ലോ. അപ്പോൾ നമ്മളെ അത് എന്താ വെച്ചാൽ ഈ കോയിൻ, അതിനൊരു കോയിൻ വേണം കേട്ടോ. നമുക്ക് ഒരു കോയിൻ മതി. കണ്ടോ, 1 രൂപയുടെ ഒരു കോയിൻ, ഒറ്റ കോയിൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ കോയിൻ നമ്മൾ നന്നായിട്ട് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ റോസ് വാട്ടർ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പല കൈകളിൽ കൂടെ വന്നു പോണതാണ് നമ്മൾ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസയ്ക്ക് അയിത്തം ശുദ്ധമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി അങ്ങനത്തെ വന്ന് ചേരും കേട്ടോ നമ്മൾ പൈസയെങ്കിൽ. അപ്പോൾ നമ്മളത് ശുദ്ധീകരിച്ച് കണ്ടോ ഒരു കറുത്ത കളറ് കിട്ടുന്നുണ്ട്, കാണാല്ലേ? ഇത് പല കൈകളിൽ കൂടി കടന്നു പോരുണ്ട്. അപ്പോൾ നെഗറ്റീവ് വന്നിട്ടുണ്ടാവും. അതിൻ്റെ നെഗറ്റീവ് ഇപ്പോൾ നമ്മൾ മാറ്റിയെടുത്തു, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിത് എന്തിനാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും, നിങ്ങൾക്ക് വെള്ളിയാഴ്ച ചെയ്യുന്നത് ഏറ്റവും ഉത്തമം. അപ്പോൾ നമുക്ക് മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. ഇനി നമുക്ക് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച സാധിക്കാത്തവർക്ക് ചൊവ്വാഴ്ചയും ചെയ്യാം കേട്ടോ. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ കുളി കഴിയുക. കുളി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് ഈ രൂപ നമ്മൾ ചെയ്യണ ദിവസം ഈ രൂപ ഭഗവാന്റെ മുന്നിൽ ഒന്നിങ്ങനെ പൂജ ചെയ്യണം. ഈ റോസ് വാട്ടറിൽ മുക്കിയതിൻ്റെ ശേഷം എന്നിട്ട് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഈ പൈസ ഏത് വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യണം വെച്ചാൽ അങ്ങനെ ചെയ്തിട്ട് അളുക്കിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം മാറ്റണം പൈസ എന്നല്ല, നമ്മൾ കല്ലുപ്പ്. കാരണം വെള്ളം നനവൊന്നും കല്ലുപ്പിൽ വരാൻ പാടില്ല. എല്ലാ നെഗറ്റീവ് എനർജിയും വലിച്ചെടുക്കും നമ്മളെ കല്ലുപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വെള്ളിയാഴ്ചകളിൽ കളയാനും പാടില്ല കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ചകളിൽ എടുത്ത് കളയണം. ഇനി ചൊവ്വാഴ്ച വയ്ക്കണവരാണെങ്കിൽ തിങ്കളാഴ്ച തലേ ദിവസം എടുത്ത് കളഞ്ഞ് ചൊവ്വാഴ്ച പുതിയ ഉപ്പ് നിറയ്ക്കുക. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ വെക്കണവർ വ്യാഴാഴ്ച എടുത്ത് കളഞ്ഞിട്ട് വെള്ളിയാഴ്ച പുതിയ ഉപ്പ് നിറയ്ക്കുക. അപ്പോൾ ഇത് എത്ര ദിവസം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷു വരെ ചെയ്യാനുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ വിഷു ബുധനാഴ്ചയാണ് കണി കാണുന്ന ദിവസം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചൊവ്വാഴ്ച എടുത്ത് ഈ ഉപ്പ് കളയരുത്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച മാറ്റിയിട്ട് പുതിയ ഉപ്പും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വഴിയായിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ വിഷു കൈനീട്ടമൊക്കെ കൊടുക്കണ സമയമില്ല, ആ സമയത്തൊക്കെ നമ്മൾ കൃഷ്ണൻ്റെ മുന്നിൽ കൊടുന്ന് വെക്കണത്. നമ്മൾ ഇപ്രാവശ്യം വെക്കണത് പൂജാമുറിയിലാണ്. ഇത്രയും ദിവസം നമ്മളെ കോയിൻ അവിടെ ഇരുന്നിട്ട് ഒരു നെഗറ്റീവ് മുഴുവൻ പോയിട്ട് പോസിറ്റീവ് നിറയട്ടെ നമ്മളെ വീട്ടിലല്ലേ. അപ്പോൾ സ്വാമിയുടെ മുന്നിൽ തന്നെ വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പൂജ ചെയ്യണം അടുത്ത് കേട്ടോ. ഇനി പൂജ ചെയ്യാൻ പറ്റാത്തവർ ശുദ്ധമായ ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കുക. എല്ലാവർക്കും പൂജാ റൂമില്ല എന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തളികയിൽ വെക്കാൻ ശ്രമിക്കുക ഈ കല്ലുപ്പിൻ്റെ പാത്രം. അപ്പോൾ എന്നിട്ട് നമ്മൾ വിഷുക്കണി കണ്ടതിൻ്റെ ശേഷം നമ്മൾ ബുധനാഴ്ച കൊണ്ട് അന്നത്തെ ദിവസം അവിടെ ഇരിക്കട്ടെ. വ്യാഴാഴ്ച ദിവസം ഈ കല്ലുപ്പും നിങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം ഈ കോയിൻ നമ്മളുടെ എവിടെ വെക്കണം? പൈസ ഇട്ട് വെക്കണം, പെട്ടിയിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ വിഷുക്കണിയുടെ ദിവസം മുതൽക്ക് നമ്മളെ സ്വാമിയുടെ അതുവരെയും കുറേ ദിവസം നമ്മളെ ഭഗവാന്റെ മുന്നിലിരുന്ന പൈസ കൊണ്ട് നമ്മൾക്ക് ആ വർഷം മുഴുവൻ ഐശ്വര്യം വരുന്നറിയും. നമുക്ക് ഒരുപാട് കടം കിട്ടാണ്ടാവും അല്ലേ. ചിലർ ലോട്ടറി എടുത്തിട്ടുണ്ടാവും, ചിലർ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടാവും, പിന്നെ ചിലവർക്ക് സാലറി തന്നെ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മുഴുവൻ നമ്മളെ കൈകളിലേക്ക് ഏത് വഴി കൂടെ എന്നറിയില്ല പൈസ വന്ന് ചേരും. കാരണം നമ്മൾ ദാരിദ്ര്യം എന്നൊരു വാക്ക് പറയാൻ പാടില്ല എന്നാണ് പറയുക. എങ്കിലും ഇപ്പം ഞാൻ ആ വീഡിയോ കൂടെ പറഞ്ഞു തരികയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനിതാ വീഡിയോ കൂടെ കാണിച്ചു തരുന്നു. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. അതുപോലെ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് പച്ചരിയാണ് കേട്ടോ നമ്മൾ ഈ ഇതിൽ നിറയ്ക്കേണ്ടത്. ആദ്യം പച്ചരി. കാരണം ഉപ്പ് വേഗം നനവ് വരും മക്കളെ. അപ്പോൾ നമ്മൾ ഒരാഴ്ച വെക്കുമ്പോഴേക്കും ഉപ്പ് നനവ് വരാൻ പാടില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ദോഷമാണ്. അപ്പോൾ ഉപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അരി, കാരണം വെള്ളത്തെ ഉപ്പ് ഇത് അരി വലിച്ചെടുക്കും കേട്ടോ വെള്ളം നനവുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വേണ്ടത് പുതിയ കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കല്ലുപ്പ് നിറയ്ക്കുക. ഈ കല്ലുപ്പിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ മഞ്ഞൾപ്പൊടിയാണ് ഇങ്ങനെ നിരത്തിയിട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി
അത് കഴിഞ്ഞിട്ട് നമ്മൾ സിന്ദൂരം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമ്പു, 3 ഗ്രാമ്പു, പിന്നെ നമ്മൾ 3 ഏലക്കായ, പിന്നെ നമ്മൾ ഭഗവാന്റെ മുന്നിൽ കണ്ടില്ലേ പൂജിച്ച് കൊടുന്ന കോഴി കണ്ടോ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ നന്നായി ഇത് അടച്ച് വെക്കണം കേട്ടോ. ഇപ്പം ഇതിൽ വെച്ചു, നമ്മൾ നന്നായി അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു വെച്ചു, നന്നായി അടച്ചു വെച്ചു. ഈ കല്ലുപ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മളെ ഭഗവാന്റെ മുന്നിൽ തന്നെ വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, വിളക്കിൻ്റെ, നിലവിളക്കിൻ്റെ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് ദിവസം ഇനി വിഷുവിനുണ്ടല്ലേ, അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഈ ഭഗവാന്റെ മുന്നിൽ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് നമ്മൾ വെക്കാൻ പാടില്ല, കാരണം കല്ലുപ്പിൽ വെള്ളം വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എല്ലാ ദിവസവും നമ്മൾ വ്യാഴാഴ്ച നിങ്ങളിതൊരു വെള്ളിയാഴ്ച വെച്ചെന്ന് വെച്ചാൽ വ്യാഴാഴ്ച, ആഴ്ചയിലൊരു ദിവസം വ്യാഴാഴ്ച ഈ ഉപ്പ് മാറ്റി, ഉപ്പൊക്കെ നമ്മൾ എന്താ ചെയ്യുക, സിങ്കിൽ ഒഴുക്കി കളയാം. അതിലത്തെ ഗ്രാമ്പും ഏലക്കായും നമുക്ക് മാറ്റിയെടുക്കാം. അത് നമുക്ക് റോസ് വാട്ടറിൽ ഒന്ന് ശുദ്ധീകരിക്കാം. പക്ഷെ അത് അശുദ്ധിയൊന്നും ആയിട്ടില്ല, പക്ഷെ എങ്കിലും ഈ ഉപ്പ് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കണതാവുകൊണ്ടേ, അപ്പോൾ നമ്മൾ കോയിനും ഏലക്കായും ഗ്രാമ്പും റോസ് വാട്ടറിൽ ശുദ്ധീകരിച്ചെടുക്കാം. അല്ല ഇനി ബുദ്ധിമുട്ട് ഇല്ല, ഇഷ്ടംപോലെ ഗ്രാമ്പും ഏലക്കായും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കോയിൻ മാത്രം നമ്മൾ റോസ് വാട്ടറിൽ ശുദ്ധീകരിച്ചിട്ട് അതന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ വീണ്ടും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായിട്ട് ഈ പാത്രത്തിൽ നിറയ്ക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തത് എന്താ, ഭഗവാന്റെ മുന്നിൽ ആ കോയിൻ ശുദ്ധീകരിച്ചാൽ വീണ്ടും അത് ഭഗവാന്റെ മുന്നിൽ തന്നെ കൊണ്ടുപോയി ഒന്ന് പൂജിച്ച പോലെ കൊണ്ടണം. ഡെയിലി അങ്ങനെ ചെയ്യാം. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ കോയിൻ ഭഗവാന്റെ മുന്നിൽ ഒരു അളുക്കിലിട്ട് വെച്ച് പുതിയൊരു രൂപയുടെ കോയിൻ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ റോസ് വാട്ടറിൽ ശുദ്ധീകരിച്ച് ഭഗവാനെ കൊടുന്ന് കാണിച്ച് നമ്മളിതിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഏലക്കായും ഗ്രാമ്പും വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഴയ ഏലക്കായും ഗ്രാമ്പും നമ്മൾ ഉപയോഗിക്കാത്തവർ എന്ത് ചെയ്യണമെന്ന് ഇടത്ത് കൊണ്ടുപോയിട്ട് ഉപ്പും സിന്ദൂരം മഞ്ഞൾ ആ കൂട്ട് എന്ത് ചെയ്യണം, നമ്മൾ സിങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും കളയാം. എന്നിട്ട് ഈ പാത്രത്തിൽ വെള്ളം നനവില്ലാതെ വേണം. അപ്പോഴും വേണം നമ്മൾ പച്ചരി കേട്ടോ, പച്ചരി ആദ്യം ഇടണം, എന്നിട്ടേ നമ്മൾ ഉപ്പിടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തിട്ട് നമ്മൾ വിഷുവിൻ്റെ ചൊവ്വാഴ്ച ദിവസം മേടം 1-ാം തീയതി, അപ്പോൾ നമ്മൾ ആ തിങ്കളാഴ്ച പുതിയത് വീണ്ടും നിറച്ചിട്ട് ആ കോയിനും ഇതിൽ വെച്ച് ഭഗവാനെ കാണിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ വിഷു കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ദിവസം നമ്മൾ മാറ്റിയിട്ട് ആ കോയിൻ നമ്മളുടെ പണപ്പെട്ടിയിൽ വെക്കുക. എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ യാതൊരു ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പൈസയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയും, കല്ലുപ്പ് നെഗറ്റീവ് എനർജി മുഴുവൻ വലിച്ചെടുക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ. അപ്പോൾ നെഗറ്റീവ് എനർജി കല്ലുപ്പ് വലിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, വീടും പരിസരവും നമ്മളെ പോലെ തന്നെയാണ്. നമ്മൾ കുളിക്കാതിരുന്നാൽ നമുക്ക് ഒരു സുഖം കിട്ടില്ലല്ലോ. അതേപോലെ തന്നെ നമ്മളെ വീടിനും അടിച്ചു തളിക്കാൻ നിങ്ങൾ സാധിക്കിച്ച 2 നേരം അടിച്ച് തളിച്ചോളൂ കേട്ടോ. ഇനി അതിനൊന്നും സാധിക്കില്ലെങ്കിൽ ഒരു നേരെങ്കിലും നിങ്ങൾ അടിച്ച് തുടയ്ക്കാനൊക്കെ ശ്രദ്ധിക്കുക വീട്. ഒന്നുമില്ല, കല്ലുപ്പിട്ടുള്ള വെള്ളം കൊണ്ട് തുടച്ചാൽ നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി അങ്ങനെ പോകും. അപ്പോൾ ഒരുപാട് വീട്ടിൽ വഴക്കും ലഹളയൊക്കെ അല്ലേ, ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായി, അതൊക്കെ നെഗറ്റീവ് എനർജിയുടെ കൂമ്പാരം കൊണ്ടാണ് കുട്ടികളെ. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി പോകുന്നതോടുകൂടി നിങ്ങളെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരും. അപ്പോൾ നമ്മൾ ഇത് ചെയ്താൽ മതി കേട്ടോ, ഈ സംഭവം, ഈ കല്ലുപ്പിൻ്റെ ഈ സംഭവം ചെയ്യുക. അപ്പോൾ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ 1 രൂപ കോയിൻ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഞാൻ ഇത് സ്വാമിയുടെ മുന്നിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ ചെയ്തതൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം, എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കണം. ഇനി അമ്മ ഇത് എവിടെ വെക്കണം, ഏതാഴ്ച ചെയ്യണം, ഒരുപാട് കുട്ടികൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. എല്ലാവരും മക്കളെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് നിങ്ങളോട്. ഞാൻ എപ്പോഴും മറുപടി പറഞ്ഞ് മതിയാവുകയാണ്, കാരണം എപ്പോഴും ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ ഇതെല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇത് നമ്മളെ പൂർവികർ പണ്ട് കാലം മുതൽക്ക് എൻ്റെ വീട്ടിലെ അമ്മമ്മ ചെയ്തു വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ മാറി നെഗറ്റീവ് എനർജിയൊക്കെ പോയി നല്ല സുഖസുന്ദരമായ ഒരു ജീവിതം നിങ്ങൾക്ക് വരും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞാൽ പിന്നെ കല്ലുപ്പ് വെക്കരുത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അല്ലേ. ആ വ്യാഴാഴ്ച നിങ്ങൾ മാറ്റിയപ്പോൾ വെള്ളിയാഴ്ച മുതൽ പുതിയ ഇങ്ങനെ ചെയ്തോളൂ, ഒരു ദോഷവും ഇല്ല കേട്ടോ. നിങ്ങളെ വീട്ടിലേക്ക് ഗുണം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കണവർക്ക് 365 ദിവസവും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അമ്മ വീഡിയോസിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.